സിനിമ തുടങ്ങുന്നത് വളരെ മനോഹരമായ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ്. ഹരിതാപവും പച്ചപ്പും മലനിരകളുമെല്ലാം. കുറച്ചു വർഷം പിന്നിലേക്കുള്ള കഥയാണ് ആദ്യം കാണിക്കുന്നത്. ഒരു ട്രക്ക് ആദ്യം വളരെ സ്പീഡിൽ പോന്നു. അതിൻ്റെ പുറകെ കുറച്ച് വണ്ടികൾ ആ ട്രക്കിനുള്ള ആളുകളെ വെടിവെച്ചുകൊണ്ട് വരികയാണ്. ആ ട്രക്കിനുള്ളിലിരിക്കുന്നത് നമ്മുടെ കഥാനായകനായ ദേവും അവൻ്റെ ഫ്രണ്ടുമാണ്. ഇവർ ആർമിയിലെ ഉദ്യോഗസ്ഥരാണ്. ഒരു മിഷന് പോയിട്ട് ആ മിഷൻ ഫെയിലായിപ്പോയി. ദേവിൻ്റെ ഒരു മുൻചാട്ടം കൊണ്ടാണ് ആക്ച്വലി ആ മിഷൻ ഫെയിലായിപ്പോയത്. അവൻ ആ ഒരു പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുകയും ഇവരുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിൽ ആ ഒരു മിഷൻ ഫെയിലായി പോവുകയും ചെയ്തു. സോ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് ദേവും അവൻ്റെ ഫ്രണ്ടും പുറകിലുള്ളവരെ കുറെ ആളുകളെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. എങ്കിലും അവരെല്ലാവരും കൂടെ വെടിവെച്ച് ഈ ട്രക്ക് മറിഞ്ഞു വീഴുകയാണ്. ഈ ടൈമിൽ ആ തീവ്രവാദികൾ ദേവിനെയും അവൻ്റെ കൂട്ടുകാരനെയും കൊല്ലാനായി പുറത്തേക്ക് വരുന്നു. പക്ഷേ ദേവിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചുമില്ലായിരുന്നു. സോ ആ എല്ലാ ആളുകളെയും ദേവും അവൻ്റെ ഫ്രണ്ടും കൂടെ കൊല്ലുന്നുണ്ട്. ഈ ഒരു മിഷൻ്റെ ഇടയ്ക്ക് ദേവിൻ്റെ ഫ്രണ്ടിന് നല്ലവണ്ണം പരുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ആർക്കും ജീവന് പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ദേവിനെ ആർമി കോടതിയിൽ വിചാരണ ചെയ്യുന്നതാണ്. അവിടുത്തെ ആളുകൾ ഈ കേസെല്ലാം പരിശോധിച്ചിട്ട് ദേവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അതുകൊണ്ട് തന്നെ അവനെ അവിടുന്ന് കോർട്ട് മാർഷൽ ചെയ്യുകയാണ്. അങ്ങനെ ആ ആർമിയിലെ ജോലി ദേവിന് നഷ്ടമാകുന്നു. ലൈഫിൽ വളരെ വീക്കായി പോകുന്ന മൊമെൻറ്റ്സിലെല്ലാം അവൻ്റെ അമ്മയെപ്പറ്റി ഓർമ്മ വരും. അവനും അവൻ്റെ അമ്മയും തനിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയത് കൊണ്ട് തന്നെ അയാൾ അവരുടെ പുറകിലായിരുന്നു. അത് കാരണം കൊച്ചിലെ തൊട്ട് തന്നെ അവന് ഒത്തിരി ബുള്ളിങ് സംഭവിച്ചിട്ടുണ്ട്. നിൻ്റെ അച്ഛന് നിന്നെ വേണ്ടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാത്തത് എന്നൊക്കെ കൂട്ടുകാർ അവരെ കളിയാക്കുമായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മയാണ് അവൻ ആ സമയത്ത് എപ്പോഴും കരുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ അവരുടെ കഴുത്തിൽ കിടന്നൊരു മാലയും ദേവിൻ്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. ആ മാല ദേവിൻ്റെ കഴുത്തിൽ കൊടുത്തിട്ട് അവൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇത് ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജോലി പോയത് കാരണം ദേവ് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് നാളുകളേറെയായി. ഇത് അവൻ്റെ അമ്മയുടെ ആങ്ങളയാണ്. ആങ്ങളയും വൈഫും ദേവിൻ്റെ അച്ഛനും ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ദേവിൻ്റെ അച്ഛൻ മഹേന്ദ്രൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ദേവും മഹേന്ദ്രൻ തമ്മിൽ അത്ര നല്ല അടുപ്പമൊന്നുമില്ല. ഇവരെന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി ദേവിൻ്റെ അങ്കിള് മഹേന്ദ്രൻ്റെ അടുത്ത് പറയുന്നു ജോലി പോയ കാര്യം ചോദിക്കാൻ. ആ കാര്യം ചോദിക്കുമ്പോൾ ദേവ് അതിനെല്ലാം തർക്കുത്തരമാണ് പറയുന്നത്. അപ്പോൾ ദേവിൻ്റെ ആൻറ്റി പറയുന്നുണ്ട് അടിയിടരുതേ എന്ന്. അപ്പോൾ അങ്കിള് പറയുന്നു അവർ അങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്ന്. അത്ര റെയറായിട്ടാണ് അവർ മിണ്ടാറുള്ളത്. മഹേന്ദ്രൻ ദേവിനെ ഒത്തിരി ഇൻസൾട്ട് ചെയ്യുമ്പോൾ ദേവ് പറയുന്നുണ്ട് പണ്ട് നിങ്ങളെൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഞങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോയതല്ലേ എന്ന്. മഹേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് എനിക്ക് അവളുമായി ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഞാനും നിൻ്റെ അമ്മയും അതെല്ലാം പറഞ്ഞ് സോർട്ട് ചെയ്തതാണ്. ആ ടൈമിൽ ദേവൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ അതോർത്ത് വിഷമിച്ചാണ് മരിച്ചതെന്ന്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നു ഒരിക്കലുമല്ല, അവൾ ക്യാൻസർ വന്നതിനെയാണ് മരിച്ചതെന്ന്. അപ്പം ദേവന് ഭയങ്കര ദേഷ്യം എന്ന് പറയുന്നു നിങ്ങളെല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ച ബുള്ളിങ്ങിനെ പറ്റി നിങ്ങൾക്കറിയാമോ? ഒരു അച്ഛനില്ലാത്തവനെ പോലെയാണ് ഞാൻ വളർന്നതെന്ന് അവൻ പറയുന്നു. അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട് അച്ഛനില്ലാതെ വളരണം എന്ന് നീ ചൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ആ ദേഷ്യത്തിൽ ദേവ് അവിടെ ഉണ്ടായിരുന്ന ഫുഡെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം ദേവ് ഒരു ബാറിൽ പോയി ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. ആ ടൈമിൽ സനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. സനെ ആകെ പരിഭവത്തിലാണ്. കാരണം ദേവ് അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒത്തിരി ദിവസങ്ങൾ മാസങ്ങൾ ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവരെപ്പോഴും ഈ ഒരു രീതി കാണിക്കാറുള്ളതാണ്. ഓരോ തവണയും വരുമ്പോഴും ഞാൻ ഇനി കോണ്ടാക്ട് ചെയ്യും എന്ന് പറഞ്ഞാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അവൻ എന്തെങ്കിലും ജോലി തിരക്കുകൾ കാരണം അതിന് സാധിക്കാറില്ല. അങ്ങനെ ഓരോ പരിഭവങ്ങൾ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പിണക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് തന്നെ അതെല്ലാം സോൾവ് ആവുന്നു. അതിനുശേഷം അവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷം ദേവ് അവനെ കോർട്ട് മാർഷൽ ചെയ്തതും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൽമാന് നല്ല അപകടം പറ്റിയതും ഒക്കെ സനയുടെ അടുത്ത് പറയുന്നുണ്ട്. അവൻ പറയുന്നു ഞാൻ ആരുടെ അടുത്ത് എടുത്താലും അവർക്കെല്ലാം ദോഷം മാത്രമാണ് സംഭവിക്കുന്നതെന്ന്. സന ചോദിക്കുന്നു അതുകൊണ്ടാണോ നീ എൻ്റെ അടുത്തും ഗ്യാപ്പ് ഇടുന്നതെന്ന്. അതിനുശേഷം അവൻ അവളുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. ആ ടൈമിൽ സനയുടെ അച്ഛൻ നമ്മുടെ ദേവിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ കള്ളം പറയുന്നുണ്ട്. പക്ഷേ സനയുടെ അച്ഛൻ അവിടെ ഒരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതുവഴി പുള്ളി സനയുടെ റൂമിൽ നിന്ന് പോകുന്ന ദേവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ദേവിൻ്റെ അടുത്ത് സനയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറിക്കോണം, അതിനുള്ള റീസൺ നീ തന്നെ കണ്ടെത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ വഴക്ക് പറയുകയാണ്. എൻ്റെ മകളെ ഒരു കരിയറിലും അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലും സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് അയാൾ പറയുന്നുണ്ട്.
അടുത്ത ദിവസം നമ്മുടെ സനയും ദേവും കൂടി ഒരു മലമുകളിലേക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞിരുന്നെന്ന്. അവൾ അതിന് പ്രത്യേകിച്ച് റെസ്പോണ്ട് ഒന്നും ചെയ്യില്ല. ഓക്കെ, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ക്ലൈംബ് ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുകളിലെത്തുന്ന സമയത്ത് ദേവ് പിന്നെ ഇത് പറയുമ്പോൾ സന പറയുന്നു, ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അച്ഛന് നിന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ അവന് മനസ്സിലാകും അയാൾക്ക് പണ്ടും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോഴും ഇഷ്ടമല്ല, സോ നോ പ്രോബ്ലം എന്ന രീതിയിൽ. ആ ടൈമിൽ ദേവ് അവൻ്റെ സ്ട്രിങ് ഉപയോഗിച്ച് നമ്മുടെ സനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇനി ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്ന്. സന പറയുന്നു, ഇനി നിനക്ക് പോകാനും സ്ഥലമില്ലല്ലോ, നിന്നെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഹാപ്പി ആയിട്ട് അവർ നിൽക്കുന്ന ടൈമിൽ വീണ്ടും ക്ലൈംബ് ചെയ്യുമ്പോൾ സനയുടെ കാല് തെറ്റിയിട്ട് അവൾ നേരെ താഴേക്ക് പോവുകയാണ്. ഈ ടൈമിൽ ആ സ്ട്രിങ് മുകളിലേക്ക് പോയി ദേവ് മുകളിലും സന താഴെയുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സനയെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രിങ് വന്നിട്ട് സനയുടെ തല ആ ഒരു പാറക്കല്ലിൽ വന്ന് ഇടിക്കുകയാണ്. ഇടിച്ച് അപ്പോൾ തന്നെ അവളുടെ ബോധം പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടർ സനയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. അവളുടെ ബ്രെയിനിന് കാര്യമായ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. ദേഷ്യം വന്ന സനയുടെ അച്ഛൻ ദേവിനെ എടുത്ത് അടിക്കുന്നുണ്ട്. നീ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വന്നുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം സനയുമായിട്ട് അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സന ആ ടൈമിൽ ഒരു കോമ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ തനിക്കൊന്നും ചെയ്യാനാവില്ല. സനയെ അവർ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനേ ദേവിനെന്ന് കഴിഞ്ഞിരുന്നുള്ളൂ. ഈ കഥകളെല്ലാം ദേവ് തൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നതാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദേവ് മാരീഡാണ്, അവർക്കൊരു കുഞ്ഞുമുണ്ട്. താരയാണ് അവൻ്റെ വൈഫ്. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. സോ ഈ സ്റ്റോറിയെല്ലാം കേട്ട് കഴിഞ്ഞ് താര ചോദിക്കുന്നുണ്ട്, ഈ കഥകളൊക്കെ നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നതെന്ന്. അപ്പോൾ അവൻ മൗനം പാലിച്ചിരിക്കുകയാണ്. പിന്നെ നീ എന്തുകൊണ്ട് എന്നെ ആ സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോഴും അവന് സൈലൻസ് ആണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ ടൈമിൽ ഒരു ഡിസ്ട്രാക്ഷൻ ആവശ്യമുണ്ടായിരുന്നു അല്ലേ എന്ന്. അവനതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. ആ ടൈമിൽ താര ഒരു കാര്യം പറയുകയാണ്, ഇവരുടെ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഈ സനയുടെ അച്ഛൻ അവളെ വിളിച്ചിട്ട് ദേവ് എവിടെ എന്ന് അന്വേഷിച്ചിരുന്നു. ആ ടൈമിൽ ഞാൻ ദേവിൻ്റെ വൈഫാണ് എന്ന് റിപ്ലൈ കൊടുക്കുന്ന ടൈമിൽ സനയുടെ ഫാദർ ഫോൺ കട്ട് ചെയ്തിരുന്നു. നീ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട്, നീയും എൻ്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാതിരുന്നിരുന്നില്ല. ഈ ടൈമിൽ ദേവിൻ്റെ അച്ഛൻ ദേവിൻ്റെ മകനുമായി വീട്ടിലേക്ക് വരുന്നു. അച്ഛൻ വന്നതുകൊണ്ട് അവൻ കുട്ടിയും കൊണ്ട് വെളിയിൽ പോയി നിന്ന് കളിക്കുകയാണ്. ഇവർ ഇപ്പോഴും പരസ്പരം ആ ഒരു ഈഗോ കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആളുകളാണ്. പക്ഷെ ദേവിൻ്റെ വൈഫ് താരയുമായിട്ട് മഹേന്ദ്ര നല്ല ക്ലോസ് ആണ്. താര മഹേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച ലെനാർക്കോയിൽ അവൾക്ക് ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്, അവൾ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നൊക്കെ. മഹേന്ദ്രൻ അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ ടൈമിൽ തൻ്റെ മകൻ തൻ്റെ കൊച്ചുമകൻ്റെ കൂടെ കളിക്കുന്നത് കാണുമ്പോൾ താരയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൻ എന്നെക്കാളും നല്ലൊരു അച്ഛനാണ് എന്ന്. അപ്പോൾ താര ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പണായി ഷെയർ ചെയ്ത് ആ ഒരു ഈഗോ ഒക്കെ മാറ്റിക്കൂടെ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, പ്രായം മാത്രമേ വെച്ചിട്ടുള്ളൂ, ഈഗോ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം തന്നെ ഇവരെല്ലാവരും കൂടി ലെനാർക്കോയിലേക്ക് പോകുന്നുണ്ട്. ദേവും താരയും അവരുടെ മകനും. അവരെ അവിടെ സ്വീകരിക്കാൻ സൽമാൻ എന്ന് പറയുന്ന ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അയാൾ അവർക്ക് ഹോട്ടൽ റൂമൊക്കെ എടുത്തു കൊടുത്തിട്ട് അവരെ അവിടെയെല്ലാം കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ദേവ് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ ഒറ്റയ്ക്ക് ബാറിലേക്ക് പോകും. അപ്പോഴാണ് അവൻ്റെ കൂടെ ആദ്യം പോയ ഫ്രണ്ടിലെ പുള്ളി ഒരു വീഡിയോ അയക്കുന്നത്. അന്നിവർ വേട്ടയാടിയ ആ ഒരു തീവ്രവാദി ഇവരെ ഇപ്പോഴും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അയാൾക്ക് കൂടുതൽ മിഷൻ ഇന്ത്യയിൽ നടത്താൻ പ്ലാൻ ഉണ്ട്, അങ്ങനെ അടങ്ങിയ ഒരു വീഡിയോസ് ആയിരുന്നു. അതുകൊണ്ട് ഇവനോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ നിർത്തുന്നത്. ആ ടൈമിൽ ഒരു പെണ്ണ് വന്ന് ദേവിൻ്റെ അടുത്ത് ഫ്ലർട്ട് ചെയ്യാനായി ശ്രമിക്കും. പക്ഷെ അവൻ അവളെ ഓടിച്ചു വിടും. അപ്പോൾ ഇതെല്ലാം വേറെ ഒരുത്തൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ ആ പെണ്ണിൻ്റെ അടുത്ത് പൊക്കോ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ അടുത്ത് വന്നിരുന്നിട്ട്, നിങ്ങൾ ആവശ്യപ്പെട്ട ഡ്രിങ്ക്സ് ഇവിടെ കിട്ടില്ല, അതിൻ്റെ താഴത്തെ ബാറിലുണ്ട്, അങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ മേടിച്ചു തരാം, എനിക്ക് കമ്മീഷനും കിട്ടുമെന്ന് പറയുന്നു. സോ ദേവ് അയാളുടെ കൂടെ പോവുകയാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ 2 പോലീസുകാർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കൻ പറയുന്നുണ്ട്, പോലീസുകാരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സാണ്, സാറിന് പോലീസിനെ പേടിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അതൊരു ബാർ മാത്രമല്ല ഒരു വേശ്യാലയം കൂടിയാണ്. സോ പെണ്ണുങ്ങളെ വീട്ടിൽ കാശാക്കുന്ന ഒരു സ്ഥാപനമാണത്, ഒരു ക്ലബ്ബാണത്. സോ ബ്ലൂ ലൈറ്റിൽ നിൽക്കുന്നതൊക്കെ ഫ്രഷ് പീസാണ്, അതുപോലെ തന്നെ റെഡിൽ നിൽക്കുന്നതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ ദേവിന് ദേഷ്യം വരികയാണ്. ദേവ് ആ ചെറുക്കനെ എടുത്തിട്ട് അടിക്കാൻ നോക്കുന്നു. ആ ടൈമിലാണ് ദേവിനെ ഓട്ട് ചെയ്യുന്നത്. അതിലൊരു ഗ്ലാസ്സിനകത്ത് അവൻ സനയെ കാണുന്നു. സന ഇവനെയും കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടുന്നു. സോ അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി അവളെ വേണമെന്ന് സന ആ പയ്യൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ സനയെ അവൻ്റെ കൂടെ അയാൾ വിടുന്നു. സനയ ടൈമിൽ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കഥ ദേവിൻ്റെ അടുത്ത് പറയുകയാണ്. ഇവൾ 3-4 വർഷത്തോളം പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം ദേവുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് ആരംഭിക്കണം എന്ന രീതിയിൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അയാൾ വേറൊരു വിവാഹം ഇവൾക്ക് വേണ്ടി ഉറപ്പിച്ചു. സോ ആരും കാണാതെ ഒരു ദിവസം രാത്രിയിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ആ ടൈമിൽ ഇവരുടെ ആൾക്കാർ വന്നിട്ട് ഇവളെ എടുത്തിട്ട് പോവുകയായിരുന്നു.
പിന്നീട് അവൾക്ക് ബോധം വന്നപ്പോൾ അവൾ ഒരു വലിയ കണ്ടെയ്നറിനകത്തായിരുന്നു. ആ കണ്ടെയ്നർ ആക്ച്വലി ഒരു ഷിപ്പിലായിരുന്നു. അവരെ എല്ലാം ഈ സ്ഥലത്തേക്ക് അവർ കടത്തിയതായിരുന്നു. പിന്നീട് ആ പെൺകുട്ടികളെ എല്ലാം വേശ്യപ്രവൃത്തിക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഈ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പയ്യൻ വരുന്നുണ്ട്. 1 മണിക്കൂർ ആയല്ലോ ചേട്ടാ, എന്ത് പറ്റി, പോകണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പറയുന്നു, എനിക്ക് സനയെ എൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ആ പയ്യൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് പരസ്പരം നേരത്തെ അറിയുമോ എന്ന്. അപ്പോൾ പറയുന്നു, എനിക്ക് സനയെ കൊണ്ടുപോകണം, ഞാൻ എത്ര കാശ് വേണമെങ്കിലും നിനക്ക് തരാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, 2 കൊല്ലം കഴിഞ്ഞ് വാ, അപ്പോഴത്തേനും ഇവിടെ ആർക്കും വേണ്ടാതാവും, അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ തരാമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും അടിയാവുന്നു. അവിടെയുള്ള ആളുകൾ വന്ന് ദേവിനെ വലിച്ചെടുത്ത് പുറത്തിടുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം ദേവ് താരയുമായി ഷെയർ ചെയ്യുന്നു. അപ്പോൾ താര പറയും, നമുക്ക് ലോക്കൽ പോലീസിനെ അറിയിച്ചാലോ. അപ്പോൾ അവൻ ഓൾറെഡി പോലീസുമായിട്ട് അവർക്ക് നല്ല കണക്ഷനാണ് ദേവിനറിയാം, അല്ലെങ്കിൽ പേരൻസിനെ അറിയിച്ചാലോ എന്നൊക്കെ പറയുകയാണ്. താര പറയുന്നു, ഞാൻ സെൽഫിഷ് അല്ല, പക്ഷെ നമ്മൾക്കൊരു കുഞ്ഞുണ്ട്, നീ എപ്പോഴും അത് ഓർക്കണം. നീ അവളെ രക്ഷിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ വീണ്ടും അവളുമായി പ്രണയത്തിലാകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എന്നൊരു താക്കീത് ദേവിന് കൊടുക്കുകയാണ്. പിന്നീട് ആ വേശ്യാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടി രക്ഷപ്പെടാനായി നോക്കുന്നുണ്ട്. അവൾ എങ്ങനെയോ ഒരു താക്കോൽ ഉപയോഗിച്ച് പുറത്ത് കടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ആളുകൾ അവളെ ട്രേസ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവളെ അവിടെ കൊണ്ടിരുത്തി സ്വന്തം നാക്ക് അവളുടെ കൈ കത്തി കൊടുത്തിട്ട് മുറിക്കാൻ പറയുന്നു. പക്ഷെ അവളെ കൊണ്ട് അത് സാധിക്കില്ലായിരുന്നു. ആ ടൈമിൽ തന്നെ ആ വില്ലൻ ഈ പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുകയാണ്. സോ ആര് രക്ഷപ്പെട്ടാലും അവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ബാക്കി കുട്ടികൾക്ക് മനസ്സിലാവും. ദേവ് അടുത്ത ദിവസം വീണ്ടും ആ ബാറിലേക്ക് വരികയാണ്. അന്ന് അവിടെ റൊസാരിയോ ആയിരുന്നു ദേവിനെ സ്വീകരിക്കാൻ നിന്നത്. ഈ ആളുകളെ കൂട്ടിക്കൊണ്ട് കൊടുക്കുമ്പോൾ ആക്ച്വലി ഈ കൊടുക്കുന്ന ആൾക്കും കമ്മീഷൻ കിട്ടും. സോ റൊസാരിയോ അവനെ കൊണ്ട് മുകളിലേക്ക് ചെല്ലുമ്പം സനെ ആ കൂട്ടത്തിൽ കാണുന്നില്ല. ആ ടൈമിലാണ് അന്ന് അടിയിട്ട പയ്യൻ അവിടേക്ക് വരുന്നത് ദേവ് കാണുന്നത്. സോ അവൻ്റെ കൺമുന്നിൽ പെടാതിരിക്കാൻ ഏതോ ഒരു പെണ്ണിൻ്റെ നമ്പർ പറഞ്ഞ് അവളുമായി റൂമിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് സന എവിടെയും ചോദിക്കുമ്പോഴത്തേനും ആ പെണ്ണ് ചോദിക്കും, സന എന്തിനാ, ഞാൻ പോരെ, എൻ്റെ അടുത്ത് പോരെ എന്നൊക്കെ ചോദിച്ച് ഇവർ രണ്ടും അടിയാവുന്നു. അവസാനം ആ പെണ്ണ് അലമ്പുണ്ടാക്കി വെളിയിൽ ഇറങ്ങി പോകുന്നു. ഈ ടൈമിൽ ശബ്ദം കേട്ട് വന്ന റൊസാരി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, സാറിന് ഫാൻറ്റസിയാണ് വേണ്ടതല്ലേ, ഇത് എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ഒപ്പിച്ച് തരില്ലേ എന്ന് പറയുന്നു. ഈ ടൈമിൽ ആ പയ്യൻ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. റൊസാരിയോട് പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം കസ്റ്റമേഴ്സിനെ, നീ വേറെ കാര്യങ്ങൾ നോക്കൂ എന്ന് പറയുന്നു. ആ ടൈമിൽ ദേവിനെ ആ പയ്യൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ ആരും അറിയാതെ ഇങ്ങനെ നേരെ നടന്നു പോകുന്ന ടൈമിൽ റൊസാരിയോ നേരത്തെ മുൻപിൽ നടന്നുപോയി. ഈ പയ്യൻ പുറകിന് വന്ന് ദേവിൻ്റെ തോളത്ത് കെട്ടിയിട്ട് നിനക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും കൂടെ വീണ്ടും വാക്തർക്കം ആകുന്നുണ്ട്. ഓടി രണ്ടുപേരും ഒരു സ്ട്രീറ്റിലെത്തുകയാണ്. അവിടെ കിടന്ന് മുടിഞ്ഞടിയാണ്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, നിനക്ക് ആ പെണ്ണിനെ വേണമല്ലേ, നിനക്കറിയോ അവളെ ഞാനാണ് ആദ്യം ഉപയോഗിച്ചത്, ഒന്നല്ല ഒത്തിരി തവണ ഉപയോഗിച്ചിട്ടുണ്ട്, ഓരോ തവണയും തൊടുമ്പോഴും അവൾ കരയും, അതാണ് എനിക്ക് കൂടുതൽ ഹരം തന്നുകൊണ്ടിരുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ദേവിന് ആകെപ്പാടെ ദേഷ്യം വന്നിട്ട് അവനെ എടുത്ത് കുടഞ്ഞടിക്കുന്നുണ്ട്. അടിച്ചടിച്ച് അവൻ ചാകാൻ കിടക്കുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, നീ ആ പെണ്ണിനെ കാണില്ല, നീ ആ പെണ്ണിനെ ഒരിക്കലും കൊണ്ടുപോകില്ല എന്ന്. അപ്പോൾ ദേവ് ഒറ്റ അടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളെ കാണുകയും ചെയ്യും, ഞാൻ അവളെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. ഈ ടൈമിൽ ആ പയ്യനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ ദേവ് പറയുന്നു, നിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹരം തോന്നുന്നുണ്ട് എന്ന്. ഈ ക്ലബിൻ്റെ ഓണർ വന്നിട്ട് എങ്ങനെയാണ് ആ പയ്യൻ മരിച്ചതെന്ന് റൊസാരിയോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നു, ഞാൻ എൻ്റെ കസ്റ്റമറിനെ കൊണ്ടുവന്ന വഴിക്ക് ആ പയ്യൻ വന്ന് വെറുതെ മോഷണമുണ്ടാക്കി അടിമേടിച്ച് രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അവസാനം ആ കസ്റ്റമർ ചിലപ്പോൾ ഇവനെ കൊന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അത് കസ്റ്റമർ ആണെന്ന് തന്നെ ഉറപ്പാണോ എന്ന്. അപ്പോൾ റൊസാരിയോ പറയുന്നു, തീർച്ചയായിട്ടും അത് കസ്റ്റമർ ആയിരുന്നു എന്ന് പറയും. ഈ ടൈമിൽ ഒരു ഡോക്ടർ ഈ പെൺകുട്ടികളെ നോക്കാൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിലൊരു പെൺകുട്ടിക്ക് ഒട്ടും വയ്യ, ന്യൂമോണിയ അവളെ നന്നായി ബാധിച്ചിരിക്കുന്നു. അവളുടെ ബോഡി പാർട്സിനെയും ഇതെല്ലാം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ ക്ലിനിക്കിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന് ഡോക്ടർ പറയും. അപ്പോൾ ആ വില്ലൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൾ കംപ്ലീറ്റ്ലി ഓർഗൻ എല്ലാം ഫെയിൽഡ് ആണോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ഓർഗനെ എല്ലാം നല്ലപോലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ടൈമിൽ നിങ്ങൾ ക്ലിനിക്കിൽ കൊണ്ടുവരാത്തുണ്ടെന്ന് പറയും. സോ ആ ടൈമിൽ തന്നെ അയാൾ ആ പെണ്ണിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എല്ലാ ഓർഗനും പോയ ആൾ അവർക്ക് ആവശ്യമില്ല. ഇത് കണ്ട് ആ ഡോക്ടറും ഡ്രൈവറും എല്ലാം ഞെട്ടുന്നുണ്ട്. അയാൾ പറയും, എല്ലാ കുട്ടികളെയും ക്ലിനിക്കിൽ കൊണ്ടുവരണം, ഈ ന്യൂമോണിയ പെട്ടെന്ന് എല്ലാവർക്കും പടരുന്നതാണ്, എന്തെങ്കിലും ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. ഒരു വലിയ അധോലോക നായകന് ഒരു കൊച്ചു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും തൊടാത്തത്. സോ അങ്ങനെ ഒരു കൊച്ചുകുട്ടിയും ഇവർ ട്രാപ്പ് ചെയ്ത് ഇവരുടെ കെണിയിൽ വെച്ചിട്ടുണ്ട്. അയാൾ ചുമ്മാതെ പോലെയും ആ കുട്ടിയെ ഒന്നും തൊട്ടു നോക്കുന്നില്ല. ഷീ ഷുഡ് ബി അൺടച്ചബിൾ എന്നാണ് പറയുന്നത്. ഈ ടൈമിൽ ദേവ് എങ്ങനെയെങ്കിലും സനെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവിന്റെ ടൂർ ഗൈഡായ സൽമാന്റെ അടുത്ത് ദേവ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ക്ലബിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേട്ടിട്ട് സൽമാൻ പോലും പേടിച്ചു പോവുകയാണ്. പിന്നെ ആ ക്ലബിലെ സ്ഥിരം വിസിറ്റേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ അവിടുത്തെ പൊളിറ്റീഷ്യൻസിനും വലിയ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പോലീസിനെ പിടിച്ച് ഹെൽപ്പ് മേടിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ദേവ് ആ വേശ്യാലയത്തിലെ പയ്യനെ കൊന്ന സമയത്ത് അവൻ്റെ ഫോൺ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഡ്രൈവറും അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ സംസാരിക്കുന്നത്. അതിനകത്ത് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നേരത്തെ രക്ഷപ്പെട്ട ആ പെൺകുട്ടിക്ക് താക്കോൽ കൊടുത്തത് നിങ്ങളല്ലേന്ന്. അപ്പോൾ അയാൾ പറയുന്നു ഞാനല്ല എന്ന് പറയുന്നുണ്ട്. ഇത് അവർ കാണാതെ അന്ന് ആ പയ്യൻ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു. സോ ആ ഡ്രൈവറിൻ്റെ പുറകെ നമ്മുടെ ദേവ് പോവുകയാണ്. ദേവ് ആ ഡ്രൈവറെ ഫോളോ ചെയ്ത് അയാളുടെ വീട്ടിൽ ചെല്ലുകയാണ്. അയാൾക്കൊരു ഭാര്യയും 2 മക്കളുമാണുള്ളത്. മൂത്ത കുട്ടി തോക്കും കൊണ്ട് അയാളെ പറ്റിക്കാൻ വരുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഒരിക്കലും തോക്ക് വെച്ച് കളിക്കുകയോ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യരുത്. ഈ സമയത്ത് പുസ്തകം എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ നീ ഡ്രൈവിംഗ് എന്തെങ്കിലും പഠിക്കുക, ആ ജോലി നമുക്ക് നോക്കാം, അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഈ ടൈമിലാണ് ദേവ് ആ ക്ലബിനെ പറ്റി അന്വേഷിച്ച് ആ ഡ്രൈവറുടെ അടുത്ത് ചെല്ലുന്നത്. അയാൾ പറയുന്നത്, എനിക്ക് ഓൾ സിറ്റി ക്ലബ്ബ് ഒന്നും അറിയില്ല, നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. അപ്പോഴാണ് ദേവ് കയ്യിലുള്ള ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. കീ കൊടുത്തത് നിങ്ങളാണോ എന്നൊരു പെൺകുട്ടി ചോദിക്കില്ലേ, ആ വീഡിയോ. അത് കാണുമ്പോൾ പുള്ളി ഒന്ന് ഭയക്കും, ഇവരുടെ കൂടെ ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുമാണ് ആ ക്ലബ്ബുമായിട്ടുള്ള റിലേഷൻ എന്ന്. പറയുന്നത്, ഞാൻ കുട്ടികളെ പിക്കപ്പ് ചെയ്യുന്നു, അതുപോലെ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ദേവ് ചോദിക്കും, നിങ്ങൾ എവിടെയാണ് അവരെ പിക്കപ്പ് ചെയ്യുന്നത്, എവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? പിക്കപ്പ് ചെയ്യുന്നത് അവരുടെ ക്ലബിൽ നിന്നും, ഡ്രോപ്പ് ചെയ്യുന്നത് അവരുടെ വീടുകളിൽ നിന്നുമാണെന്ന് പറയും. അപ്പോൾ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും വീട് കാണിച്ചു കൊടുക്കാനായിട്ട് പുള്ളി തയ്യാറാവുന്നില്ല. അപ്പോൾ ദേവ് പറയും, നിങ്ങൾക്ക് ഫാമിലി ഉള്ളതുപോലെ തന്നെ അതുപോലെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയാണ് സന, അവളെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ പുള്ളി ആ ലൊക്കേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇവരെന്താ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ, ഡ്രൈവർ പറഞ്ഞു കൊടുക്കും, ആ ഡോക്ടർ പറഞ്ഞിരുന്നു അവൻ്റെ ആളുകളെ വാക്സിൻ എടുക്കാൻ വേണ്ടി ആ ക്ലബിലേക്ക് വിടാമെന്ന്. സോ അങ്ങനത്തെ ഒരാളായി നീ അവിടേക്ക് പോകാൻ പറയുന്നു. അപ്പോൾ ID കാർഡ് ചോദിക്കുമ്പം ആ ഒരു ഹോസ്പിറ്റലിന് പൊതുവേ ഉള്ളൊരു ID കാർഡ് മാത്രമേ ഉള്ളൂ, ആർക്കും പ്രത്യേകമായിട്ടില്ല, അത് എൻ്റെ പക്കലുണ്ട്, അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നു. അങ്ങനെ ആൾമാറാട്ടം നടത്തി ഡോക്ടറിൻ്റെ ആളായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് ദേവ് തീരുമാനിക്കുകയാണ്. പോകുന്ന വഴിക്ക് ദേവ് തൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ നോക്കി ഇന്ന് നെടുവീർപ്പിടുന്നുണ്ട്. പോകുന്ന വഴിക്ക് സാമുവൽ ദേവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഡോക്ടർ വരാൻ ഒരു 10-15 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ സനയെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെളിയിൽ വരണം, കൂടുതൽ വള്ളിയൊന്നും പിടിക്കാനായി നീ പോകരുത് എന്ന് പറയുകയാണ്. ദേവ് അവിടേക്ക് പോയി തൻ്റെ ID കാർഡ് അവിടെയുള്ള ആളുകളെല്ലാം കാണിച്ചിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അവർ ദേവിനെ പെൺകുട്ടികളുള്ള റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി സനയെ കാണുകയാണ്. സനയ്ക്ക് ഒട്ടും വയ്യ, ഫീവറാണെന്ന് പറഞ്ഞിട്ട് അവളെ ക്ലിനിക്കിൽ കൊണ്ടുപോകാനായിട്ട് ഇവർ പ്ലാൻ ഇടും. അപ്പോൾ അയാൾ പറയും, നിങ്ങൾ ഡോക്ടറെ വിളിച്ച് എൻ്റെ കയ്യിൽ ഫോൺ തരാൻ. അപ്പം നമ്മുടെ കമൽ, അതായത് ആ ഡ്രൈവർ, ആ ഡോക്ടറിൻ്റെ ശബ്ദത്തിൽ മിമിക്രി കാണിച്ചിട്ട് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ ആ സനയുമായി വെളിയിലോട്ട് പോകുന്ന വഴിക്കാണ് ആ കൊച്ചുകുട്ടി നമ്മുടെ ദേവിൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നത്. പക്ഷെ അവന് അത് കണ്ടില്ല നടിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ് ആ കുട്ടിയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈറ്റ് തുടങ്ങി കുറേ വില്ലന്മാരെയെല്ലാം അടിച്ചിട്ടിട്ട് സനയെയും ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് ദേവ് അവിടെ നിന്ന് വെളിയിലിറങ്ങുകയാണ്. അടിക്കിടയിൽ സന ദേവിനെ അവൻ്റെ പേര് എടുത്ത് വിളിക്കുന്നുണ്ട്. ഈ ടൈമിൽ ദേവിൻ്റെ വൈഫ് താര എംബസിയുടെ അവിടെ ചെല്ലുമ്പം ഇന്ത്യൻ എംബസി അന്ന് ക്ലോസ്ഡ് ആയിരുന്നു. സോ ലീഗലായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേവ് പറയും, എത്രയും പെട്ടെന്ന് പാസ്പോർട്ടും മറ്റ് സാധനങ്ങളും എടുത്ത് നീ കമലിൻ്റെ വീട്ടിലേക്ക് വരാനായി പറയും. ഈ ടൈമിൽ ആ വില്ലന്മാരെല്ലാം കൂടെ CCTV ക്യാമറ പരിശോധിച്ച് നോക്കുമ്പോൾ ദേവ് എന്നാണ് പേരെന്നും അതൊരു ഇന്ത്യൻ ഒറിജിനാണെന്നും അവർക്ക് മനസ്സിലാവുന്നു. സോ ദേവിനെ പിടിക്കാനായി ആളുകളെ പല ഹോട്ടലിലേക്ക് വിടുകയാണ്. സോ ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹോട്ടലിലായിരിക്കും അവർ താമസിക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ടൈമിൽ താര വിളിച്ച് പറയുന്നുണ്ട്, ലീഗലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ മിനിസ്ട്രി വഴി എന്തെങ്കിലും ട്രൈ ചെയ്താലോ, നീ അച്ഛനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ ദേവ് പെട്ടെന്ന് മഹേന്ദ്രനെ വിളിച്ചിട്ട്, അച്ഛാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് തന്നെ പറയുന്നു. അച്ഛാന്ന് വിളിക്കുമ്പോൾ തന്നെ മഹേന്ദ്രൻ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള സംഭാഷണങ്ങളൊന്നും അവർക്കിടയിൽ ഇല്ലായിരുന്നു. സോ നീ പേടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ അവിടെ സേഫായിട്ടിരിക്കണമെന്ന് പറയും. ദേവും സനയും ആ കുട്ടിയും കമലിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ തന്നെ എല്ലാ ഹോട്ടലിലും വിളിച്ച് ദേവ് ഓരോരോ റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. സോ ചെല്ലുന്ന ഹോട്ടലെല്ലാം ദേവ് എന്ന് പറയുന്ന ആൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ അവർ കുറേ ഡിലേ ആയി പോകുന്നുണ്ട്. ഈ ടൈമിൽ മഹേന്ദ്ര നമ്മുടെ ഫോറിൻ മിനിസ്റ്ററെ കാണാൻ വരികയാണ്. മഹേന്ദ്രൻ്റെ എക്സ് ഗേൾഫ്രണ്ടായ നന്ദിത ബോസ് ആയിരുന്നു ഫോറിൻ മിനിസ്റ്റർ. സോ അവരുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ മഹേന്ദ്രൻ പേടിക്കേണ്ട, എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദിത ബോസ് മഹേന്ദ്രന് വാക്ക് കൊടുക്കുകയാണ്. ഈ ടൈമിൽ ദേവ് ഒന്ന് സനയുടെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ എൻ്റെ നമ്പർ പോലും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, നിനക്ക് ഒരു തവണയെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ സന ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അന്ന് ഇവൾ ആ വീട് വിട്ടിറങ്ങിയ സമയത്ത് ആദ്യം ഒരു കോയിൻ ബൂത്തിൽ പോയി ഒരു കോയിനിട്ട് ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ദേവ് തന്നെയായിരുന്നു ഫോൺ എടുത്തിരുന്നത്. ബട്ട് ആ ടൈമിൽ അവിടെ ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നതും താര ദേവിനെ വിളിക്കുന്നതും ഒക്കെ സന കേട്ടിരുന്നു. അപ്പോൾ ഇവൻ കല്യാണം കഴിഞ്ഞെന്നും കുട്ടികളായെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് സോ ദേവ് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി എന്നറിഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് ടൈമിൽ തന്നെയാണ് കുറച്ച് ആളുകൾ വന്നിട്ട് ഇവളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ബട്ട് സന ഈ കാര്യങ്ങളൊന്നും ദേവിൻ്റെ അടുത്ത് പറയുന്നില്ല. താൻ വിളിക്കാൻ ശ്രമിച്ചില്ല എന്ന് തന്നെ അവൻ വിചാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അവൾ നിൽക്കുകയാണ്.
ഈ ടൈമിൽ റൊസാരിയോയും ഒരു ഫ്രണ്ടും കൂടി ഒരു ഹോട്ടലിൽ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ ഹോട്ടലിൽ ദേവ് ബുക്ക് ചെയ്തിട്ടുണ്ട്, 4 ദിവസമായി അവിടെ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അവർ റൂമിൽ ചെല്ലുകയാണ്. ഇവർ വരുന്നത് കണ്ടിട്ട് താരയും അവൻ്റെ മോനും തൊട്ടടുത്തുള്ള റൂമിൽ പോയി പാത്തിരിക്കുന്നുണ്ട്. പാസ്പോർട്ടും ഫോണും കൈവശം എടുത്തിരുന്നു. ബട്ട് അവർ നമ്മുടെ റൊസാരിയോയുടെ മുന്നിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ UAE എമിറേറ്റ്സിൽ നിന്നാണ് വരുന്നത് അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ നിന്ന് താര തടി തപ്പുകയാണ്. കാരണം വേറെ റൂമിൽ നിന്നാണല്ലോ ഇറങ്ങി വരുന്നത്. സോ ഇവർക്കും ഡൗട്ട് ഉണ്ടായില്ല. പക്ഷെ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് താര വെളിയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഫയർ അലാം അടിച്ചു പൊട്ടിക്കുകയാണ്. സോ ആ ഒരു ഹോട്ടലിൽ ഫുൾ അലാം അടിച്ച് ആകെപ്പാടെ പരിഭ്രാന്തരാവുന്നതുകൊണ്ട് തന്നെ ആ ടൈമിൽ താരയ്ക്കും കുട്ടിക്കും ആ ഹോട്ടലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായി പറ്റുന്നുണ്ട്. ആ ടൈമിൽ താര ദേവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ ഹോട്ടലിലെത്തിയെന്ന്. സോ എത്രയും വേഗം ദേവ് അവരെ പിക്ക് ചെയ്യാനായി ഹോട്ടലിലേക്ക് പോകാനായി തയ്യാറാവും. ഈ ടൈമിൽ റൊസാരിയോയ്ക്കും കൂടെ വന്ന ആൾക്കും നമ്മുടെ കമലിൻ്റെ ആ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ആ കാർഡ് വെച്ച് എല്ലാ ഗ്രൂപ്പുകളിലും അയച്ചു കൊടുക്കും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, ഏത് ടൂർ ഗൈഡാണ് എന്നറിയാൻ വേണ്ടി. ഈ ടൈമിൽ താര ദേവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഹോട്ടലിൻ്റെ പിന്നിൽ നിൽപ്പുണ്ട്, നീ എത്രയും വേഗം കാർഡും എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരും. പക്ഷേ ആ സ്ഥലത്ത് തന്നെ റൊസാരിയോയും അയാളുടെ കൂടെ വന്ന കൂട്ടാളിയും ഉള്ളതുകൊണ്ട് തന്നെ ദേവിന് താരയെ പിക്ക് ചെയ്യാതെ അവിടുന്ന് പോകേണ്ട വരുന്നു. ഈ ടൈമിൽ ആ മെയിൻ വില്ലൻ വന്നിട്ട് ആ ഡ്രൈവർ അപ്പൂപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇവരുമായിട്ട് സംസാരിച്ചത്, ഈ ഇന്ത്യൻസുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുന്നു. സോ ഇയാൾ ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ അയാൾ അപ്പം തന്നെ ആ ഡ്രൈവറെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. അയാളുടെ ഫാമിലി മൊത്തം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ആ വില്ലൻ അയാളുടെ മകൻ്റെ അടുത്ത് പറയും, ഇനി നീ പോയി ഡ്രൈവിംഗ് പഠിച്ച് ജോലി ചെയ്യാൻ. ദേവ് താരയുടെ അടുത്ത് ഒരു വണ്ടി പിടിച്ച് നേരെ കമലിൻ്റെ അടുത്തേക്ക് ചെല്ലാനായി പറഞ്ഞിരുന്നു. കമലും സനയും ഇപ്പോൾ ഉള്ളത് രാജ്യം കടത്താൻ അനധികൃത്യമായിട്ട് സഹായിക്കുന്ന ഒരാളുടെ അടുത്താണ്. സോ താരയും അവരുടെ അടുത്തേക്ക് വരുന്നു. ആ ഡ്രൈവർക്ക് താരയെ മനസ്സിലായിട്ട് ആ ഫോട്ടോ എടുത്ത് നമ്മുടെ വില്ലന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ വില്ലന് ഇവരുള്ള ലൊക്കേഷൻ മനസ്സിലാകും. വില്ലൻ്റെ ആളുകൾ അവിടെ വന്ന് ആ രാജ്യം കടത്താൻ സഹായിച്ച അയാളെയും അയാളുടെ ഗുണ്ടകളെയെല്ലാം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഈ ടൈമിൽ താര ദേവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവ് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോളൂ, സേഫായിട്ട് ഞാൻ അങ്ങ് എത്തിക്കോളാന്ന്. ബട്ട് ആ ടൈമിലാണ് ആ വെടിവെച്ച് കേൾക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ദേവിനും അറിയില്ല. ദേവ് പിന്നീട് ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ അവിടെ ആളുകളെല്ലാം മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ആ വില്ലന്മാരെല്ലാം സനയും താരയും എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി ടോർച്ചർ ചെയ്ത് അടിക്കുകയും ഉപദ്രവിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ദേവ് അവിടേക്ക് വന്നിട്ട് ഇവന്മാരെയെല്ലാം എടുത്തിട്ട് അടിക്കുന്നുണ്ട്. കൂട്ടിന് കമലും അതുപോലെ തന്നെ താരയും സനയും എല്ലാവരും കൂടെ അവന്മാരെയെല്ലാം ഒതുക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാവരും പുറത്തേക്ക് വരുമ്പോഴാണ് മെയിൻ വില്ലൻ്റെ വരവ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന സമയത്താണ് മെയിൻ വില്ലൻ വന്നിട്ട് ദേവിനെ പിടിച്ച് നല്ലപോലെ ടോർച്ചർ ചെയ്യുന്നത്. താരയും സനയും എല്ലാം ഇത് കണ്ട് കരയുന്നുണ്ടെങ്കിൽ പോലും അയാൾ അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. ആ ടൈമിൽ നമ്മുടെ ദേവിന് ഒരു ഫോൺ വരികയാണ് മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. അയാൾ നന്ദിത ബോസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ലെനാർക്കോയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ട് അവരെല്ലാവരും നമ്മുടെ ദേവിൻ്റെ ലൈവ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവന്മാരെല്ലാം തൂത്ത് പറക്കിക്കൊണ്ട് ആ പോലീസ് പോവുകയാണ്. മെയിൻ വില്ലിൽ രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവ് അവൻ്റെ ഒരു ബൈക്കും എടുത്തിട്ട് അയാളെ ഫോളോ ചെയ്ത് പോവുകയാണ്. ബട്ട് അയാളെ പിടിക്കാനാവില്ല. ആ ടൈമിലാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ മോൻ അവിടെ വന്നിട്ട് അവനെ ഇടിച്ച് താഴെ ഇടുന്നത്. അവൻ്റെ അച്ഛനെ കൊന്ന ദേഷ്യം മൊത്തം അവനുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവനത് വെടിവെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെ മാറിപ്പോകുന്നവൻ മനസ്സിലായതുകൊണ്ട് അവൻ നിസ്സഹായനായിട്ട് ആ തോക്ക് അവിടെ എറിഞ്ഞിട്ട് പോവുകയാണ്. ദേവ ആ തോക്കെടുത്ത് ആ വില്ലനെ നല്ലപോലെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് ആ സിറ്റി ക്ലബ്ബിൽ അകപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളെയെല്ലാം മോചിപ്പിക്കുന്ന പോലീസിനെയാണ്. അവരെല്ലാം ദേവിനോട് വന്ന് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ആ കൊച്ചുകുട്ടിയിലെ അവളുടെ അച്ഛനെയും അമ്മയും ട്രേസ് ചെയ്ത് വിവരങ്ങൾ ഒക്കെ അറിയിച്ചിരുന്നു. സോ അവരും വന്ന് അവരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. ഈ ടൈമിൽ സന വന്ന് താരയുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡിനെ എന്നെ രക്ഷിക്കാൻ വിട്ടതിനെന്ന്. സോ അവളൊരു ഗ്രാറ്റിറ്റ്യൂഡോട് നോക്കി അവരെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ ടൈമിൽ ദേവയും നമ്മുടെ താരയും നോക്കി ഒരു നന്ദിയോടുകൂടി ചിരിക്കുകയാണ്. അവൾ സമ്മതിച്ചുകൊണ്ടാണല്ലോ അവനിതെല്ലാം ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ എല്ലാം ശുഭം പരിവർത്തിയെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.